എല്ലാ പ്രേക്ഷകർക്കും തെസരേര ചാനലിലേക്ക് സ്വാഗതം. മഹാബലിയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോയിലേക്ക് കടക്കാം. മഹാബലി കേരളം എന്ന നാട്ടുരാജ്യം ഭരിച്ചിരുന്ന നാട്ടുരാജാവല്ല മഹാബലി. മഹാബലിയുടെ മുതുമുത്തച്ഛനായ ഹിരണ്യകശിപുവും മുത്തച്ഛനായ പ്രഹ്ലാദനും കേരള ചക്രവർത്തിമാരായിരുന്നില്ല. പാതാളലോകം തലസ്ഥാനമാക്കി ഭൂമിയും പാതാളവും ദേവലോകവും ഉൾപ്പെടെ ഈ പ്രപഞ്ചം മുഴുവൻ അടക്കി ഭരിച്ച അസുര ചക്രവർത്തിയാണ് മഹാബലി. ഗുജറാത്തിൽ നർമ്മദയുടെ വടക്കുഭാഗത്ത് ഭൃഗുകച്ചത്തിലാണ് മഹാബലി യാഗം നടത്തിയത്, അല്ലാതെ കേരളത്തിലല്ല. ഓണത്തിന്റെ ആധികാരികത അടുത്ത കാലത്തുണ്ടായ നാടൻ പാട്ടുകളിൽ അല്ല. വാമന അവതാരത്തെ പരാമർശിക്കുന്ന ഭാഗവതത്തിലാണ് തൃക്കാക്കരയപ്പൻ വാമനമൂർത്തിയായ വിഷ്ണുവാണ്, അല്ലാതെ മഹാബലിയല്ല. അത്തന്നാളിൽ കൊടിയേറി ആറാട്ടുവരെയാണ് അവിടെ ഉത്സവം നടക്കുന്നത്. ഈ ദേവന്മാരെ വരവേൽക്കാൻ മുറ്റത്തു പൂക്കളം ഇട്ടിരുന്നു. അതാണ് അത്തപ്പൂക്കളം. സ്വയം ഓലക്കുട ചൂടി വരുന്നത് ബ്രഹ്മചാരി വാമനനാണ്. ക്ഷത്രാധിപതിയായ അസുര ചക്രവർത്തിമാർ സ്വയം ഓലക്കുട ചൂടി വരാറില്ല. ദേവലോകം ആക്രമിച്ച് കീഴടക്കിയ മഹാബലി ദേവമാതാവിന്റെ കാതിലെ കുണ്ഡലങ്ങൾ പൊട്ടിച്ച് ദേവമാതാവ് ആദിതിയെ അപമാനിക്കുകയും ചെയ്തപ്പോൾ ഭയന്ന് ഒളിവിൽ കഴിയുന്ന മക്കളെ മോചിപ്പിക്കാനുള്ള ദേവമാതാവിന്റെ അപേക്ഷ പ്രകാരമാണ് മഹാവിഷ്ണുവിന്റെ വാമനാവതാരം. ഓണം വാമനമൂർത്തി അവതരിച്ച ദിവസമാണ്. അതുകൊണ്ടാണ് തൃക്കാക്കര വാമനക്ഷേത്ര ഉത്സവം അന്നായത്. ശ്രാവണമാസത്തിലെ ശ്രോണനാൾ ദ്വാദശിയിൽ അഭിജിത്ത് മുഹൂർത്തത്തിൽ ഭഗവാൻ അവതരിച്ചു. 2 അടിയായി ലോകത്തെ അളന്ന വാമനമൂർത്തി മൂന്നാമത്തെ അടിക്കായി ബലി അഭ്യർത്ഥിച്ച പ്രകാരം തലയിൽ കാൽപാദം വെച്ചു. വിഷ്ണുവാണ് മുന്നിൽ എന്നു മനസ്സിലാക്കിയ ബലി ഭക്തിപൂർവം കുമ്പിട്ടിരുന്നു കൊടുക്കുകയായിരുന്നു. നിർദ്ദയം ചവിട്ടിത്താഴ്ത്തി എന്ന് എങ്ങും പറയുന്നില്ല. വർഷം തോറും തൻ്റെ പ്രജകളെ കാണാൻ വരണമെന്ന് ബലി വരം ചോദിക്കുന്നതായി എവിടെയും പറയുന്നില്ല. ബലിയുടെ മുത്തച്ഛനായ പ്രഹ്ലാദന്റെ സാന്നിധ്യത്തിൽ ബലിയെ സ്തുതലത്തിലേക്ക് അനുഗ്രഹിച്ചയക്കുകയാണ് വാമനൻ ചെയ്തത്. പരശുരാമനാണ് കേരളം സൃഷ്ടിച്ചത് എന്നാണ് ഐതിഹ്യം. കേരളം ഭരിച്ച മഹാബലിയെ ചവിട്ടി താഴ്ത്താൻ വിഷ്ണു അവതരിച്ചു എന്ന അബദ്ധം പ്രചരിക്കുന്നവർ പരശുരാമാവതാരത്തെയും അംഗീകരിച്ചേ മതിയാവൂ. പരശുരാമന്റെ കാലത്താണ് കേരളമുണ്ടായത് എന്ന് വിശ്വസിക്കുന്നതോടുകൂടി വാമനാവതാരം നടന്നപ്പോൾ കേരളം ഇല്ലായിരുന്നു എന്നതും വിശ്വസിക്കേണ്ടി വരും. എന്നതിനാൽ മഹാബലി കേരള നാട് കാണാൻ വരുമെന്ന കഥ പൊളിയുന്നു. പുരാണ ചരിത്ര പുസ്തകങ്ങളിൽ ഒന്നിൽ പോലും ഓണത്തിന്റെ ഇപ്പോൾ പ്രചരിക്കുന്ന ഐതിഹ്യം പരാമർശിച്ചിട്ടില്ല. ഭാഗവതം കിളിപ്പാട്ട് തുഞ്ചത്ത് എഴുത്തച്ഛൻ്റേതാണെന്നാണ് വിശ്വാസം. എഴുത്തച്ഛൻ പാദാനുപത തർജ്ജമയല്ല പിൻപറ്റുന്നത്. രാമായണത്തിലും ഭാരതത്തിലും ഭാഗവതത്തിലും പലതും തള്ളാനും പുതിയ ചില കാര്യങ്ങൾ ചേർക്കാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യം അദ്ദേഹം എടുത്തിട്ടുണ്ട്. എന്നിട്ടും മലയാളികളായ അദ്ദേഹം മഹാബലിയുടെ കേരള ഭരണമോ ഓണസന്ദർശനമോ സൂചിപ്പിച്ചിട്ടില്ല. മലയാളിയായ മേൽപ്പത്തൂർ നാരായണീയത്തിൽ വാമനാവതാരം വർണ്ണിച്ചിട്ടുണ്ട്. പക്ഷേ മഹാബലിയുടെ കേരള ബന്ധമോ സന്ദർശനമോ പരാമർശിക്കാത്തതെന്തേ? അക്കാലത്ത് അത്തരം വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ. സംഘകാല കൃതികളിൽ അപൂർവമായി ഓണസൂചനയുണ്ട്.
പക്ഷേ മഹാബലിയുടെ കേരള ഭരണം, സന്ദർശനം ഇവ ഉണ്ടോ? ഇല്ല. വന്നു ഓണം, കഴിഞ്ഞു. വിഷുവൊന്നു വന്നില്ലല്ലോ. തിരുവാതിരയെന്നും ആകുലപ്പെട്ട പൂന്താനത്തിന്റെ കാലത്തുതന്നെ ഓണമുണ്ട്. പക്ഷേ അദ്ദേഹമടക്കം പ്രാചീന മധ്യകാല കവികളിലാരെങ്കിലും മഹാബലിയുടെ വരവ് ഒരു വരി കൊണ്ടെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടോ? അത്തരം ഒരു വിശ്വാസം ആ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തമാക്കുന്നു. മാവേലി നാടു വാണീടു എന്ന നാടൻ പാട്ടിൽ നിന്നും മെനഞ്ഞ കെട്ടുകഥയാണ് മഹാബലി ചക്രവർത്തിയുടെ എഴുന്നള്ളത്ത്. അടുത്ത കാലത്തെഴുതപ്പെട്ട ഈ പാട്ടിൽ പറയുന്ന മാവേലി മഹാബലിയല്ല, ഏതോ നാടുവാഴി അഥവാ ഒരു സാങ്കല്പിക കഥാപാത്രം. ഇപ്പോൾ ഓണാഘോഷ സാംസ്കാരിക സമ്മേളനങ്ങൾ നടക്കുന്നു. നല്ലവനായ ഒരസുരനെ ദേവപക്ഷപാതിയായ വിഷ്ണു ചവിട്ടിത്താഴ്ത്തി എന്ന് പ്രചരിപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. കഥയറിയാതെ ആട്ടം കാണുന്ന നിഷ്കളങ്കരായ ചിലരും അതിൽ വീണുപോകുന്നു. 10 അവതാരത്തെയും ധർമ്മ പുനഃസ്ഥാപനത്തിന് വേണ്ടിയാകുമ്പോൾ വാമനമൂർത്തി മാത്രം എന്തുകൊണ്ടാണ് അങ്ങനെ അല്ലാതാകുന്നു എന്ന് ചിന്തിച്ചില്ലേ നമ്മൾ? ഇസ്ലാം മതം സ്ഥാപിക്കപ്പെടുന്നതിന് മുൻപ് ജീവിച്ചിരുന്ന ശാസ്താവിന് സുഹൃത്തായി വാവരുടെ കഥ മെനഞ്ഞപ്പോൾ അത് തൊണ്ട തൊടാതെ വിഴുങ്ങിയവനാണ് മലയാളി. ഹിന്ദു ശിവഭൂതഗണമായ വാപുരസ്വാമിയെ വാവർ സ്വാമി എന്ന് വിളിച്ച് അവന്റെ ആരാധനാലയത്തിൽ സ്ഥലം അനുവദിച്ച മലയാളിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ഇതേ കഥയുടെ മറ്റൊരു രൂപവുമായി ഉത്തരേന്ത്യയിൽ പോകാൻ ശ്രമിച്ചവർക്ക് അവിടെ നിലം തൊടാനായില്ല എന്നതും ചരിത്രം. ശ്രീകൃഷ്ണന്റെ കൂടെയുണ്ടായിരുന്ന യവനൻ മുസ്ലിം ആയിരുന്നത്രേ. യവനന്റെ മുസ്ലിം കഥ അവിടെ ആരും സമ്മതിച്ചു കൊടുത്തിട്ടില്ല. പക്ഷേ ആ കഥയ്ക്കും ഇങ്ങ് കേരളത്തിൽ വിശ്വാസികൾ ഉണ്ടായി. രാവണനെയും ദുര്യോധനെയും കർണനെയും ഒക്കെ ആരാധിക്കുന്നവരുടെ എണ്ണത്തിലും ഇത്തരം പ്രമുഖർ എന്ന് അഹങ്കരിക്കുന്ന മലയാളി തന്നെയാണ് മുന്നിൽ. ചതിയുടെ പര്യായമായി നമ്മൾ പറഞ്ഞിരുന്ന ചന്തുവിനെ നല്ലവനാക്കി ഒരു സിനിമ ഉണ്ടായപ്പോൾ ഉണ്ണിയാർച്ചയെ പോലും മലയാളി സംശയിച്ചില്ലേ? ഇത്തരം വടക്കൻ വീരഗാഥകളുടെ പുരാതന പതിപ്പാണ് മാവേലി നാടുവാണീടും കാലം എന്ന നാടൻ പാട്ടും അതിൽ വീണുപോയ നിഷ്കളങ്കനായ പാവം മലയാളി ഹിന്ദുവും. ആചാരങ്ങളുടെ ബാഹ്യമായ പുറംചട്ട നിലനിർത്തി അതിൻ്റെ സത്വത്തെ ഇല്ലാതാക്കുക എന്ന ബോധപൂർവമായ ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത്തരം വിലാകപ്പെട്ട കെട്ടുകഥകൾ. ഓണത്തിന് മാത്രമല്ല, വിഷുവിലും വിജയദശമിയിലും എല്ലാം ഇത്തരം പരിശ്രമങ്ങൾ നടക്കുന്നത് തിരിച്ചറിയണം. നമ്മൾ കണിക്കൊന്ന, വിഷുക്കണി, കൈനീട്ടം തുടങ്ങിയ ബാഹ്യമായ പുറന്തോട് നിലനിർത്തി അതിലെ കൃഷ്ണൻ എന്ന സത്വത്തെ ഒഴിവാക്കുന്നു. 9 രാത്രികളിലെ അസുര ശക്തികളോടുള്ള ദേവിയുടെ യുദ്ധത്തിന് ശേഷമാണ് 10ാമത് ദിവസത്തെ വിജയദശമി. അതിൽ നിന്നും ദേവി എന്ന സത്വത്തെ മാറ്റി നിർത്തി പൂജവെപ്പ്, പൂജയെടുപ്പ്, വിദ്യാരംഭം തുടങ്ങിയ പുറംചട്ട മാത്രം മതി എന്ന നിലയ്ക്കായിരുന്നു ഇപ്പോൾ കാര്യങ്ങൾ. ദേവിയുടെ രൂപത്തിന് പകരം ഏത് രൂപവും മതി. വിജയദശമി ചടങ്ങുകൾക്ക് എന്നായിരുന്നു ഹരിശ്രീ ഗണപതിയെ നമ എന്ന് തന്നെ വിദ്യാരംഭത്തിന് എഴുതണം എന്ന നിഷ്ഠ ഇല്ലായിരുന്നു. ഓണത്തിൽ നിന്ന് വാമനമൂർത്തി ഇല്ലാതായതുപോലെ വിഷ്ണുവിൽ നിന്ന് ശ്രീകൃഷ്ണനും വിജയദശമിയിൽ നിന്ന് ദേവിയും ഇല്ലാതായി വരുന്നു. ആഘോഷത്തിന്റെ പിന്നിലെ ദർശനം പാളിയാൽ ഇതാണ് ഫലം. ആചാരങ്ങളിൽ നിന്ന് അതിൻ്റെ സത്തയെ എടുത്തു മാറ്റി ആഘോഷങ്ങളുടെ പുറംചട്ട നിലനിർത്തുക എന്ന തന്ത്രത്തിന്റെ രൂപഭേദങ്ങളിൽ നാം കരുതലോടെ ഇരിക്കേണ്ടതുണ്ട്. ഓണത്തിലും വിഷുവിലും വിജയദശമിയിലും എല്ലാം നമ്മുടെ ആചാരങ്ങളുടെ സത്വത്തെ രക്ഷിക്കാൻ നമ്മൾ സ്വയം ജാഗ്രത പാലിച്ചേ മതിയാവൂ. നന്ദി. മറ്റൊരു വീഡിയോയുമായി കാണാം.